തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കോഴിക്കോട് ജില്ലയിൽ അക്രമം തുടർന്ന UDF മുസ്ലിം ലീഗ് പ്രവർത്തകർ കൊടുവള്ളിയിൽ UDF ആഹ്ലാദ പ്രകടനത്തിനിടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ അയ്യപ്പ ഭക്തനെ മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ അയ്യപ്പ ഭക്തന്റെ മാല പൊട്ടിച്ചതായും പരാതിയുണ്ട്. തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് കോഴിക്കോട് കൊടുവള്ളി വാവാട് സെന്ററിൽ UDF ആഹ്ലാദ പ്രകടനത്തിനിടയിൽ നാമജപത്തിന് വീട്ടിലേക്ക് പോകുകയായിരുന്ന ഷിബിനാണ് മർദ്ദനമേറ്റത്. സമീപത്തെ പഞ്ചായത്തിലെ 3 മുസ്ലിം ലീഗ് അണികളാണ് ആക്രമിച്ചതെന്നാണ് പരാതി. കൊടുവള്ളി നഗരസഭയിൽ വിവിധ ഡിവിഷനുകളിൽ വിജയിച്ച UDF പ്രവർത്തകർ LDF വിജയിച്ച വാവാട് സെന്ററിൽ സംഘടിച്ചെത്തി സംഘർഷമുണ്ടാക്കുകയായിരുന്നു. വീട്ടിലേക്ക് നാമജപത്തിന് പോവുകയായിരുന്ന KK ഷിബിനെ ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ശബരിമലക്ക് പോവാനിട്ട മാല വലിച്ചു പൊട്ടിക്കുകയും തലയ്ക്കും നെഞ്ചിനും നേരെ ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ ഷിബിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോണ വഴിക്ക് ലീഗിൻ്റെ പ്രകടനം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വണ്ടി സൈഡാക്കിയതാണ്. സൈഡാക്കി നിർത്തി തന്നെ വണ്ടി വന്ന് പിടിച്ചിറക്കി അസഭ്യം പറയുകയും എൻ്റെ മാല വലിച്ചു പൊട്ടിക്കുകയും ചെയ്തു. ഒരുപാട് മർദ്ദിച്ചിട്ടുണ്ട്. പുറത്തൊക്കെ ഒരുപാട് പേര് വന്ന് മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. നല്ല വേദന ഉണ്ട്. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്ന കണിയാറക്കൽ മുഹമ്മദ് അലി, നൌഷാദ്, വെള്ളറക്കുന്നുമ്മൽ, അബ്ദുൾ അസീസ് തുടങ്ങിയ UDF പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.